Forfeiture of shares means cancellation of shares. എപ്പോഴാണ് ക്യാൻസലേഷൻ നടത്താൻ നോക്കുക? ഇഫ് എ ഷെയർ ഹോൾഡർ ഫെയിൽസ് ടു പേ ദി അലോട്ട്മെന്റ് ഓർ കോൾ മണി വെൻ ഡിമാൻഡഡ്. ദി ഡയറക്ടേഴ്സ് ഹാവ് ദി പവർ ഓഫ് ഫോർഫീറ്റിംഗ് ദി ഷെയർസ് ഇഷ്യൂഡ് ടു ഷെയർ ഹോൾഡർ. അതായത് ഒരു ഷെയറിന്റെ എമൗണ്ട് പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ മണി അത് ആപ്ലിക്കേഷൻ വാങ്ങുമ്പോൾ തന്നെ കൊടുക്കണം. അടുത്ത ഇൻസ്റ്റാൾമെന്റ് ആണ് അലോട്ട്മെന്റ് ഓർ കോൾ മണി. അപ്പോൾ ഇത് കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് കമ്പനിക്ക് കൊടുക്കാതിരുന്നാൽ ഷെയർ ഹോൾഡർ കൊടുത്തില്ല എങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് കോൾസ് ഇൻ അരിയേഴ്സ്. ഇങ്ങനെ കോൾസ് ഇൻ അരിയേഴ്സ് വന്ന ഷെയർ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഡയറക്ടേഴ്സിന് അത് ഫോർഫീറ്റ് ചെയ്യാൻ, അത് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. The shareholder whose shares are forfeited ceases to be a member of the company. ഒരു വ്യക്തിയുടെ ഷെയർ കമ്പനി ഫോർഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ കമ്പനിയുടെ മെമ്പർ അല്ല. The amount already paid by him lapses and becomes the property of the company. അപ്പോൾ കൊടുത്ത എമൗണ്ട് എന്താണ്? കമ്പനിയുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറും. ആ എമൗണ്ട് ഷെയർ ഹോൾഡർക്ക് നഷ്ടപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ കമ്പനി അലോട്ട്മെന്റ് മണി അല്ലെങ്കിൽ കോൾ മണി കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഷെയർ ഹോൾഡർ അത് കൊടുക്കുന്നില്ല എങ്കിൽ അതിന് നമ്മൾ അത്തരം ഷെയർ എന്ത് ചെയ്യും? ഡയറക്ടേഴ്സ് ക്യാൻസൽ ചെയ്യും. അതിന് ഞാൻ പറയുന്നത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്.